ഇതൊരു നിശബ്ദമായ ദുരന്തമാണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത ബന്ധങ്ങളിൽ മിക്ക പുരുഷന്മാരും വൈകിപ്പോകുമ്പോൾ മാത്രം തിരിച്ചറിയുന്ന ഒരു സങ്കടം. അതായത്, ഒരു സ്ത്രീയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു പുരുഷൻ അവനെ തന്നെ നഷ്ടപ്പെടുത്തുന്ന ദുരന്തം. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്ര കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വന്തം സമയവും ഊർജവും പണവും സ്വപ്നങ്ങളുമെല്ലാം ഒരു സ്ത്രീയെ സന്തോഷവതിയാക്കാൻ വേണ്ടി കൊടുത്തിട്ട് അവസാനം ക്ഷീണിച്ച് അവഗണിക്കപ്പെട്ട് ചിലപ്പോൾ ഉപേക്ഷിക്കപ്പെടുന്ന പുരുഷന്മാരുടെ. ഇതൊരു സങ്കടകരമായ കാര്യമാണ്. കാരണം ഈ പുരുഷന്മാർ മിക്കപ്പോഴും ദുർബലരല്ല. അവർ നല്ല മനസ്സുള്ളവരാണ്, കഴിവുള്ളവരാണ്, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ എവിടെയോ വെച്ച് അവർ ത്യാഗത്തെ അടിമത്തമായും ഭക്തിയെ നിരാശയായും തെറ്റിദ്ധരിക്കുന്നു. ഇവിടെയാണ് ആ ഒരു പരുക്കൻ സത്യം വരുന്നത്. നിങ്ങളൊരു സ്ത്രീക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബഹുമാനം കുറയും. നിങ്ങൾ എത്രത്തോളം വളഞ്ഞു കൊടുക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ അവൾക്ക് ആകർഷണീയതയില്ലാത്ത ഒരാളായി മാറും. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്കുള്ളിൽ ഉറപ്പായിട്ടറിയാമായിരുന്നു ഇത് ശരിയല്ല എന്ന്, എന്നിട്ടും നിങ്ങളത് എത്ര തവണ ചെയ്തു? ഒരു വഴക്കൊഴിവാക്കാൻ വേണ്ടി, അവൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ അവൾ നിങ്ങളെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടി? ഈ ചോദ്യം നിങ്ങൾക്ക് കുറച്ചെങ്കിലും കുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം. കാരണം ഇന്ന് നമ്മളൊരു യഥാർത്ഥ മറയില്ലാത്ത സംഭാഷണത്തിലേക്കാണ് പോകുന്നത്. ഒരു ബുദ്ധിമാനായ പുരുഷൻ ഒരു സ്ത്രീക്ക് വേണ്ടി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 10 കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ പോകുകയാണ്. സ്ത്രീകൾ മോശമായതുകൊണ്ടല്ല, ബന്ധങ്ങൾ മോശമായതുകൊണ്ടുമല്ല, സ്വയം നഷ്ടപ്പെടുത്തുന്നത് മോശമാണ് എന്നതുകൊണ്ടാണ്. എന്നെ വിശ്വസിക്കൂ, ഈ 10 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ ബഹുമാനം ലഭിക്കുക മാത്രമല്ല, നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് പുതിയൊരു തലത്തിലുള്ള ആദരവ് തോന്നിത്തുടങ്ങുകയും ചെയ്യും. തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ശക്തനായ പതിപ്പായി മാറാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ആ ലൈക്ക് ബട്ടൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ലോകത്ത് മിക്ക പുരുഷന്മാരും കൊതിക്കുന്ന വ്യക്തതയും ആത്മവിശ്വാസവും അറിവുമാണ് ഈ ചാനൽ നിങ്ങൾക്ക് നൽകുന്നത്. ശരി, നമുക്ക് തുടങ്ങാം. 1. നിങ്ങളുടെ ലക്ഷ്യം ഒരിക്കലും ബലി കഴിക്കരുത്. ഒരു ബുദ്ധിമാനായ പുരുഷൻ ഒരിക്കലും ചെയ്യാത്ത ഒന്നാമത്തെ കാര്യം ഒരു സ്ത്രീക്ക് വേണ്ടി അവൻ്റെ ജീവിത ലക്ഷ്യം വേണ്ടെന്ന് വയ്ക്കുക എന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ മിഷൻ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, സ്വപ്നങ്ങൾ, നിങ്ങളുടെ വഴി, അതാണ് നിങ്ങളുടെ പുരുഷത്വത്തിൻ്റെ നട്ടെല്ല്. അതാണ് നിങ്ങൾക്ക് ദിശാബോധവും ഊർജവും അന്തസ്സും നൽകുന്നത്. ഒരു സ്ത്രീയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇതെല്ലാം മാറ്റിവെക്കാൻ തുടങ്ങുന്ന നിമിഷം അവൾക്ക് നിങ്ങളൊരു അപകടകരമായ സിഗ്നൽ നൽകുകയാണ്. എനിക്കുള്ളത് നീയാണെൻ്റെ ലോകം മുഴുവൻ എന്ന്. ഇവിടെയാണ് ആ വിചിത്രമായ സത്യം. ഒരു സ്ത്രീയും അവളുടെ ലോകം മുഴുവൻ നിങ്ങളാവണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ലോകത്തിലേക്ക് അവൾക്ക് കയറി വരണമെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട്, ഒരു വഴിയുണ്ട്, കെട്ടുപോകാത്ത ഒരു തീ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് അവൾ കാണാൻ ആഗ്രഹിക്കുന്നു. അത് നഷ്ടപ്പെട്ടാൽ അവൾക്ക് നിങ്ങളോടുള്ള ബഹുമാനം മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളോടുള്ള ബഹുമാനവും നഷ്ടപ്പെടും. 2. ബഹുമാനം വില കൊടുത്ത് വാങ്ങരുത്. ബഹുമാനം നിങ്ങൾക്കൊരിക്കലും കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല. എന്നിട്ടും എണ്ണിയാൽ ഒടുങ്ങാത്ത പുരുഷന്മാർ അത് ചെയ്യാൻ ശ്രമിക്കും. സമ്മാനങ്ങൾ വാരിക്കോരിക്കൊടുക്കും, വില കൂടിയ യാത്രകൾക്ക് പണം കൊടുക്കും, ഹാൻഡ് ബാഗുകളും ആഭരണങ്ങളും വാങ്ങിക്കൊടുക്കും. ഇതെന്തിനാണ്? തന്നെ വിലമതിക്കുമെന്ന ഒരൊറ്റ ഡെസ്പറേറ്റായ ഒരു പ്രതീക്ഷയിൽ. എന്നാൽ സത്യം ഇതാണ്, നിങ്ങൾ ബഹുമാനം വാങ്ങാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് നേരെ വിപരീതമാണ് ലഭിക്കുന്നത്. ആദരവിന് പകരം അവകാശവാദം കിട്ടും, നന്ദിക്ക് പകരം വെറുപ്പ് വളർത്തും. ബുദ്ധിമാനായ പുരുഷന്മാർക്കറിയാം, ബഹുമാനമുണ്ടാകുന്നത് പണം കൊണ്ടല്ല, സ്വഭാവം കൊണ്ടാണ്. ക്രെഡിറ്റ് കാർഡുകൾ കൊണ്ടല്ല, സ്ഥിരത കൊണ്ടാണ്. ഉദാരതയ്ക്ക് അതിൻ്റെതായ സ്ഥാനമുണ്ട്. പക്ഷേ ഉദാരതയെ ഒരിക്കലും കൈക്കൂലിയായി തെറ്റിദ്ധരിക്കരുത്. 3. സുഹൃത്തുക്കളെ ഉപേക്ഷിക്കരുത്. പുരുഷന്മാർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകളിലൊന്നാണ് ഒരു പുതിയ ബന്ധത്തിൽ പ്രവേശിക്കുമ്പോൾ അവൻ്റെ സഹോദരന്മാരെ, അവൻ്റെ പഴയ സുഹൃത്തുക്കളെ ഒഴിവാക്കുന്നത്. തുടക്കത്തിൽ ഇത് നിരുപദ്രവമായി തോന്നാം, എനിക്ക് അവളോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കണം എന്ന്. പക്ഷേ പതിയെ നിങ്ങൾ കൂട്ടുകാരുമായുള്ള കറങ്ങലുകൾ ഒഴിവാക്കും, കോളുകൾ എടുക്കാതെയാകും, വർഷങ്ങളായി നിങ്ങൾക്ക് താങ്ങും തണലുമായിരുന്നവരിൽ നിന്ന് അകന്നു പോകും. ഇവിടെയാണ് പ്രശ്നം. നിങ്ങൾ ഒറ്റപ്പെടുമ്പോൾ നിങ്ങളെ നിയന്ത്രിക്കാൻ എളുപ്പമാകും. നിങ്ങൾ ആശ്രിതനാകും, ഡിപ്പെൻഡൻ്റ്.
ആശ്രിതത്വം എന്നത് ബഹുമാനത്തിൻ്റെ മരണമാണ്. ഒരു ബുദ്ധിമാനായ പുരുഷനറിയാം തൻ്റെ സുഹൃത്തുക്കൾക്ക് പ്രാധാന്യമുണ്ട്, സൗഹൃദങ്ങളാണ് തൻ്റെ ഊർജമെന്ന്. സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങളെ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീ പങ്കാളിയല്ല, അതൊരു പ്രശ്നമാണ്. 4. നിങ്ങളുടെ വികാരങ്ങളെ അവൾ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. ഒരു പാവക്കളിക്കാരൻ നൂല് വലിക്കുന്നത് പോലെ നിങ്ങളുടെ മാനസികാവസ്ഥ തീരുമാനിക്കാൻ ഒരു സ്ത്രീക്ക് ഒരിക്കലും അധികാരം നൽകാൻ പാടില്ല. എന്നിട്ടും പല പുരുഷന്മാരും അതിനെ അനുവദിക്കുന്നു. അവൾക്ക് ദേഷ്യമുണ്ടാകുമ്പോൾ നിങ്ങൾ തകരും. അവൾ അകന്നു പോകുമ്പോൾ നിങ്ങൾക്ക് പരിഭ്രാന്തിയാകും. ബുദ്ധിമാനായ പുരുഷന്മാർക്കറിയാം വൈകാരിക സ്ഥിരതയാണ് ശക്തി. നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, നിങ്ങൾക്ക് അവളോട് സഹാനുഭൂതി കാണിക്കാം, പക്ഷേ നിങ്ങളുടെ ആന്തരികാവസ്ഥ മറ്റൊരാളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് അനുവദിക്കാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ വികാരങ്ങൾ മറ്റൊരാളെ ആശ്രയിക്കുന്ന നിമിഷം നിങ്ങളുടെ പുരുഷത്വത്തിൻ്റെ താക്കോൽ നിങ്ങൾ അവർക്ക് കൈമാറുകയാണ്. സ്വയം നിയന്ത്രണമെന്നാൽ തണുപ്പനായിരിക്കുക എന്നല്ല, ശാന്തമായിരിക്കുക. ബലഹീനതയുടെ സ്ഥാനത്ത് നിന്ന് പ്രതികരിക്കാതെ ശക്തിയുടെ സ്ഥാനത്ത് നിന്നും മുന്നോട്ട് നയിക്കുക എന്നാണ്. 5. അവളെ ഒരു പീഠത്തിൽ കയറ്റിയിരുത്തരുത്. ഇത് പലർക്കും വേദനിപ്പിക്കുന്ന ഒന്നാണ്, പക്ഷേ ഇത് വളരെ പ്രധാനമാണ്. നിങ്ങളൊരു സ്ത്രീയെ പീഠത്തിൽ വെക്കുമ്പോൾ നിങ്ങൾ സ്വയം അറിയാതെ നിങ്ങൾക്ക് താഴെയായി മാറുന്നു. നിങ്ങൾ അവളെ ഒരു സമ്മാനമായി കാണുന്നു. നിങ്ങളൊരു സമ്മാനമാണ് എന്ന കാര്യം മറക്കുന്നു. പീഠത്തിൽ വെക്കുന്നത് ഭ്രമത്തിലേക്ക് നയിക്കും, ഭ്രമം നിരാശയിലേക്ക് നയിക്കും, നിരാശ തിരസ്കരണത്തിലേക്ക് നയിക്കും. കാരണം തന്നെ ഒരു ദേവിയെപ്പോലെ ആരാധിക്കുന്ന ഒരാളോട് പുരുഷനോ സ്ത്രീയോ ആകർഷിക്കപ്പെടില്ല. ഒരു ബുദ്ധിമാനായ പുരുഷൻ സ്ത്രീകളെ കാണുന്നത് അവർ എന്താണ് അതുപോലെയാണ്. കുറവുകളുള്ള, മനോഹരമായ, അപൂർണമായ മനുഷ്യജീവികൾ. അവൻ ആരാധിക്കുന്നില്ല, ആസ്വദിക്കുന്നു. അവൻ യാചിക്കുന്നില്ല, തിരഞ്ഞെടുക്കുന്നു. ഈ മനസ്ഥിതി എല്ലാ മാറ്റങ്ങൾക്കും കാരണമാകും. ഒരു പുരുഷൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 10 കാര്യങ്ങളിൽ ഒരെണ്ണം പോലും ചെയ്യാത്ത ഒരു ശക്തനായ വ്യക്തിയായി നിങ്ങൾക്ക് മാറണമെങ്കിൽ നിങ്ങളുടെ ആന്തരിക ശക്തി തിരിച്ചു പിടിച്ചേ മതിയാകൂ. പല പുരുഷന്മാരെയും പിന്നോട്ട് വലിക്കുന്ന ഒരു മറഞ്ഞിരിക്കുന്ന ശത്രുവുണ്ട്. അതാണ് പോൺ അഡിക്ഷനും മാസ്റ്റർബേഷനും എന്ന ദുശീലം. തിരക്കിട്ട ജോലി ചെയ്യുന്ന നിങ്ങൾക്കോ പ്രൊഫഷണലുകൾക്കോ വേണ്ടി സമയം ക്രമീകരിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഞങ്ങളുടെ 21 ദിവസത്തെ കോംപ്രിഹെൻസീവ് ട്രെയിനിംഗ് പ്രോഗ്രാം ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഇതിനെക്കുറിച്ച് ആരെയും ഭയപ്പെടണ്ട. ഞങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം കഴിഞ്ഞ 3 വർഷമായി ആയിരക്കണക്കിന് പേരെ അവരുടെ മാനസിക ബലഹീനത മാറ്റിയെടുക്കാൻ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഈ 21 ദിവസങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കൂ. ലക്ഷ്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നഷ്ടപ്പെട്ട ആത്മാഭിമാനം വീണ്ടെടുക്കാനും അഡിക്ഷന്റെ കെട്ടുകൾ പൊട്ടിച്ചെറിയാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ വേഗം താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാമിൽ എൻറോൾ ചെയ്യുക. ഇനി ഒരു ദിവസവും പോലും പാഴാക്കരുത്. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ. 6. നിങ്ങളുടെ നിലവാരങ്ങൾ മാറ്റാൻ വേണ്ടി മാപ്പ് പറയരുത്. ഇത് മിക്ക പുരുഷന്മാരും പറയാൻ ഭയപ്പെടുന്ന ഒരു സത്യമാണ്. നിങ്ങൾക്ക് നിലവാരങ്ങൾ ഉണ്ടാകുന്നത് നിയന്ത്രിക്കുന്നതിന് തുല്യമല്ല, അതല്ലെങ്കിൽ ടോക്സിക് അല്ല. നിങ്ങളെ ബഹുമാനിക്കാത്ത, ചതിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായ പ്രശ്നങ്ങൾ മാത്രം കൊണ്ടുവരുന്ന ഒരു പങ്കാളിയെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് അരക്ഷിതാവസ്ഥയല്ല, അത് ആത്മാഭിമാനമാണ്. പക്ഷെ ദുർബലരായ പുരുഷന്മാർ അവരുടെ നിലവാരത്തിനു വേണ്ടി മാപ്പ് പറയും. വഴക്കൊഴിവാക്കാൻ വേണ്ടി അവർ അത് വെള്ളം ചേർത്ത് ലയിപ്പിക്കും. സാരമില്ല, ഞാനിത് സ്വീകരിക്കാമെന്ന് പറയും. ഉള്ളിൽ അത് അവരെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും. ഒരു ബുദ്ധിമാനായ പുരുഷൻ ഒരു ബന്ധത്തിൽ തനിക്ക് എന്താണ് വേണ്ടത് എന്നതിന് ഒരിക്കലും മാപ്പ് പറയുന്നില്ല. അവനത് വ്യക്തമായി പറയുന്നു, ശാന്തമായി അത് നിലനിർത്തുന്നു. അത് ലംഘിക്കപ്പെട്ടാൽ അവൻ അതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. 7. അംഗീകാരത്തിനു വേണ്ടി ഓടരുത്. അംഗീകാരം ഒരു ലഹരിയാണ്. മറുപടിക്കു വേണ്ടി നിങ്ങൾ ടെക്സ്റ്റ് അയക്കും, അവളുടെ ചിരിക്കായി സമ്മാനം വാങ്ങും, അവളുടെ കമന്റിനു വേണ്ടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും. പക്ഷേ അംഗീകാരത്തിന് പിന്നാലെ പോകുന്നതിലെ പ്രശ്നമെന്തെന്നാൽ നിങ്ങളുടെ മൂല്യബോധം മറ്റൊരാളുടെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ബുദ്ധിമാന്മാർ ഈ രീതി മാറ്റും. അവർ സ്വയം അംഗീകാരം നൽകുന്നു. അവർ താൻ ആരാണ്, താൻ എന്താണ് നൽകുന്നത് എന്നതിനെക്കുറിച്ച് അവർക്കറിയാം. മൂല്യമുള്ളവനാണെന്ന് തോന്നാൻ അവർക്ക് നിരന്തരമായ ഉറപ്പാവശ്യമില്ല. വിരോധാഭാസം എന്തെന്നാൽ നിങ്ങൾ അംഗീകാരം തേടുന്നത് കുറയ്ക്കുമ്പോൾ അത് കൂടുതൽ സ്വാഭാവികമായി നിങ്ങളിലേക്ക് വരും. 8. നിങ്ങളുടെ സത്യസന്ധതയിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. ഇതൊന്ന് സൂക്ഷ്മമായി ശ്രദ്ധിക്കണം. ഇത് വളരെ അപകടകരമാണ്. ഒരു സ്ത്രീയെ നിലനിർത്താൻ വേണ്ടി എത്ര പുരുഷന്മാർ കള്ളം പറഞ്ഞിട്ടുണ്ട്, ചതിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വന്തം മൂല്യങ്ങൾക്ക് എതിരായി പ്രവർത്തിച്ചിട്ടുണ്ട്. തമാശയല്ലാത്ത കാര്യങ്ങൾക്ക് ചിരിക്കുക, വിശ്വസിക്കാത്ത കാര്യങ്ങൾക്ക് സമ്മതം മൂളുക, പറയേണ്ടടുത്ത് നിശബ്ദനായിരിക്കുക. നിങ്ങൾ ഇത് ഓരോ തവണ ചെയ്യുമ്പോഴും
നിങ്ങളുടെ സത്യസന്ധതയിൽ ഒരു ചെറിയ വിള്ളൽ വീഴുകയാണ്. സത്യസന്ധത പോയാൽ ആകർഷണീയത മരിക്കും. ഒരു ബുദ്ധിമാനായ പുരുഷൻ അംഗീകാരത്തിനു വേണ്ടി തന്റെ തത്വങ്ങൾ വിൽക്കാറില്ല. നുണകളുടെ കെട്ടിൻ്റെ ഇരിക്കുന്നതിനേക്കാൾ സത്യത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് അവനിഷ്ടം. 9. അവളെ നിങ്ങളുടെ തെറാപ്പിസ്റ്റാക്കരുത്. പുരുഷന്മാർ സംസാരിക്കേണ്ടതുണ്ട്. പുരുഷന്മാർക്ക് ആശ്വാസം വേണ്ടതുണ്ട്. പക്ഷെ പ്രശ്നമിതാണ്, ഒരുപാട് പുരുഷന്മാർ അവരുടെ എല്ലാ വൈകാരിക ഭാരവും പങ്കാളിയുടെ മേൽ വലിച്ചെറിയുന്നു. അവൾ കാമുകിയും തെറാപ്പിസ്റ്റുമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ബന്ധത്തിൽ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നു. ഇത് ബന്ധത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നു. കാലക്രമേണ ഇത് ആകർഷണത്തെ കൊല്ലുന്നു. ബുദ്ധിമാനായ പുരുഷന്മാർ അവരുടെ വികാരങ്ങളെ ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യുന്നു. അവരെഴുതുന്നു, അവർ ധ്യാനിക്കുന്നു, ഉപദേഷ്ടാക്കളിൽ നിന്നോ പ്രൊഫഷണലുകളിൽ നിന്നോ സഹായം തേടുന്നു. അവർ പങ്കാളിയോട് തുറന്നു സംസാരിക്കും, അതെ, പക്ഷേ എല്ലാം പരിഹരിക്കാൻ അവരെ ആശ്രയിക്കില്ല. 10. ഇറങ്ങിപ്പോകാൻ ഭയപ്പെടരുത്. അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട തത്വം: ഇറങ്ങിപ്പോകാൻ ഒരിക്കലും ഭയപ്പെടരുത്. ഇറങ്ങിപ്പോകാൻ കഴിയാത്തൊരു പുരുഷന് വിലപേശാൻ കഴിയില്ല, അതിർ വരയ്ക്കാൻ കഴിയില്ല, ബഹുമാനം നേടാനും കഴിയില്ല. ഇറങ്ങിപ്പോകാനെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കെയറില്ല എന്നല്ല അർത്ഥം. നിങ്ങൾക്ക് മോശമായ പെരുമാറ്റം നിരസിക്കാൻ കഴിയുന്നത്ര നിങ്ങളെ തന്നെ നിങ്ങൾ കെയർ ചെയ്യുന്നു എന്നാണ്. നിങ്ങൾ ഭയത്തിനോ നിരാശയ്ക്കോ സ്കേഴ്സിറ്റിക്കോ അടിമയല്ല. ഇവിടെയാണ് ആ വിരോധാഭാസം. നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ കഴിയുന്നത്ര ശക്തിയുണ്ടെന്നൊരു സ്ത്രീക്കറിയാമെങ്കിൽ അവൾ നിങ്ങളെ പരീക്ഷിക്കാൻ സാധ്യത കുറവാണ്. കാരണം ശക്തി എവിടെയുണ്ടോ അവിടെ ബഹുമാനം വളരും. അപ്പോൾ ഇതാണ് ഒരു ബുദ്ധിമാനായ പുരുഷൻ ഒരു സ്ത്രീക്ക് വേണ്ടി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 10 കാര്യങ്ങൾ. ഇത് തണുപ്പനാകുക, സ്വാർത്ഥനാകുക അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധനാകുക എന്നതിനെക്കുറിച്ചല്ല എന്ന് വ്യക്തമാക്കട്ടെ. ഇത് സമനിലയെക്കുറിച്ചാണ്. നിങ്ങളുടെ ആത്മാവിനെ, നിങ്ങളുടെ ലക്ഷ്യത്തെ, നിങ്ങളുടെ പുരുഷത്വത്തെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചാണ്. കാരണം ഈ തെറ്റുകൾ ഒഴിവാക്കാൻ നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ മികച്ച പങ്കാളിയായി മാറും. കൂടുതൽ ശക്തനായി, ആരോഗ്യവാനായി, കൂടുതൽ നിലയുറപ്പുള്ളവനായി. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ 10 തെറ്റുകളിൽ നിങ്ങൾ ഏതൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? നിങ്ങളോട് തന്നെ സത്യസന്ധത